ഒറിജിനൽ വർഗീയത തുടങ്ങിയത് അതിൻ്റെ ഉസ്താദുമാരാണ് കോൺഗ്രസ്സുകാർ. കേരളത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മതമോ ജാതിയോ അല്ല, ന്യൂ ജനറേഷൻ. മണിപ്പൂർ സംഭവം കേരളത്തെ BJP ഒത്തിരി സഹായിച്ചു. തൃശ്ശൂർ ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയുടെ നന്മ, രാജീവ് ഗാന്ധി ഈ രാമരാജ്യത്തെ പറ്റി പറയാൻ തുടങ്ങി. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, കിട്ടുന്ന വകുപ്പ് നല്ലപോലെ ചെയ്യണം എന്നാണ് 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി രാമജന്മഭൂമിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. ഇത് തുറന്നു കൊടുത്തപ്പോൾ ഹിന്ദു സംഘടനകൾ അതിനെ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. സാർ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച ഒരാളാണ്. ജോയിൻ ചെയ്യുമ്പോൾ BJP അധികാരത്തിന്റെ പരിസരങ്ങളിൽ ഒന്നുമില്ലാത്തൊരു പാർട്ടിയാണ്. എന്തായിരുന്നു ചോദന BJPയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ചോദന ഉണ്ടായിരുന്നു? ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാനൊരു JP മൂവ്മെൻറ്റിലൂടെയാണ് വരുന്നത്. JP മൂവ്മെൻറ്റിൽ വരാൻ കാരണം അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അന്ന് ഈ ഹൈസ്കൂളിലെ പൊളിറ്റിക്സ് ഇന്നത്തെ കോളേജിലെ പൊളിറ്റിക്സിനെ കഴിഞ്ഞ് സീരിയസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. 70s പല നേതാക്കന്മാരും അങ്ങനെ വന്നവർ 12ാമത്തെ വയസ്സിൽ 13ാമത്തെ വയസ്സിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ JP മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അതിൻ്റെ സ്കൂളിൽ വെച്ച് തന്നെ അത് പരസ്യമായിട്ട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ മറ്റു കുട്ടികൾക്കത് മനസ്സിലാവില്ലായിരുന്നു എന്തായി പറയുന്നത് എന്നുള്ളത്. പക്ഷെ പരസ്യമായിട്ട് അങ്ങനെ പറയുന്ന അവസരത്തിൽ ഛാത്ര സംഘർഷ വാഹിനിയുടെ ആൾക്കാർ എന്നെ വന്ന് കണ്ടിരുന്നു 9ാം ക്ലാസ്സിൽ. ആ വാക്ക് തന്നെ ഞാൻ പറയാൻ പഠിച്ചത് പിന്നീടാണ്, ഈ ഛാത്ര സംഘർഷ എൻ്റെ അർത്ഥം. അപ്പോൾ അവർ ചെറിയ നോട്ടീസ് സ്വാഭാവികമായിട്ട് അന്ന് ഇതാണല്ലോ ഒളിപ്രവർത്തനമായിരിക്കണം അത്. അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞു ഈ സ്കൂളിൽ ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്, ജയപ്രകാശ് നാരായൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഇടയ്ക്ക് കുറച്ച് അവർ വരും, ഒരു നോട്ടീസ് തരും. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ അതായിരിക്കും പറയുന്ന ആൾക്കാരോട്. അപ്പോൾ അങ്ങനെയായപ്പോൾ അതിനൊരു വ്യക്തതയുണ്ട്. നാട്ടിൽ തന്നെ ആയാലും ഇത് പറയുന്ന ഒരാൾ 77 ഇലക്ഷൻ, എൻ്റെ മാർച്ചിലാണ് എൻ്റെ SSLC എക്സാമിനേഷൻ, ആ സമയത്താണ് ഇലക്ഷൻ. അപ്പോൾ അപ്പോഴും ഇത് പറയും. അങ്ങനെ ഒരു പക്ഷേ അത് RSS പ്രവർത്തകരായിരിക്കണം, ഈ വന്നവർ ആയിരിക്കണം. അന്ന് ഒളിപ്രവർത്തനം അവരാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മാന്നാനം KE കോളേജിൽ ചെന്ന് ജനതാ പാർട്ടിയിൽ ചേരുന്നു. അപ്പോൾ അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റ്, അത് കേരള വിദ്യാർത്ഥി ജനതയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് ഓമനക്കുട്ടൻ, അദ്ദേഹം ഈ ജനസംഘം ഗ്രൂപ്പുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് അടുപ്പത്തിലായി. അങ്ങനെ പതുക്കെ അന്ന് ജനതാ പാർട്ടിയിൽ കേരളത്തിൽ സോഷ്യലിസ്റ്റുകൾ, സംഘടനാ കോൺഗ്രസ്, അതുപോലെ തന്നെ ജനസംഘം, ദേഹമായിട്ടുള്ള അടുപ്പത്തിലൂടെ അതിൻ്റെ അകത്ത് ഈ വഴക്കുണ്ടാക്കിയല്ലാത്ത ആൾക്കാർ ഇവരായിരുന്നു. ഈ ജനസംഘക്കാരങ്ങനെയുള്ള ഇതിനൊന്നും പോവുകയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ജനസംഘം ഗ്രൂപ്പിൽ ഉൾപ്പെടുകയും അതിൻ്റെ തുടർച്ചയായിട്ട് 80 ഏപ്രിൽ മാസം 6-ാം തീയതി തന്നെ BJPയുടെ ഭാഗമാകുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. പിന്നെ പേഴ്സണൽ റിലേഷൻസ് അങ്ങനെ വന്നതാണ് BJPയിലേക്ക്. ഞാനൊരു JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ് BJPയിൽ. ഇപ്പോഴും അതെ, നേരത്തെയും അങ്ങനെ ഒരു JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആൾക്കാരാണ്. ഇപ്പം BJPയിൽ പല സ്കൂൾ ഓഫ് തോട്ടുണ്ട്, അല്ല പലരും പല സമയത്ത് അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇങ്ങനെ ചർച്ചകളിൽ വരുന്ന സമയത്ത് അത് വരാറുണ്ട്. അപ്പോൾ അതിലൊരു ദീൻ ദയാൽ സ്കൂൾ ഓഫ് തോട്ടുണ്ട്, ഗാന്ധി സ്കൂൾ ഓഫ് തോട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഞാൻ JP സ്കൂൾ ഓഫ് തോട്ടിൽ വന്ന ആളാണ്. പിന്നെ BJPയിൽ അതിൻ്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് 1980 കോട്ടയം ഗവൺമെൻറ് കോളേജിൽ ഈ ജനതാ പാർട്ടിയായിട്ട്
സെപ്പറേറ്റ് വരും. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്തിന് എന്നുള്ളത്. അത് RSSകാർ ജനതാ പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്നായിരുന്നു ആ പിളരുന്നതിനുള്ള ദയാംഗത്വം എന്ന് പറയും, ഡ്യുവൽ മെമ്പർഷിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ വാദഗതി JP RSSൻ്റെ ഇത് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റിൽ JP അംഗീകരിച്ചിരുന്നു. JPയുടെ നിർദ്ദേശപ്രകാരമാണ് ജനസംഘം ജനതാ പാർട്ടി ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും RSS പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തായിരുന്നു എൻ്റെ വാദഗതി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് കോളേജിൽ ഞാൻ ആദ്യത്തെ യൂണിറ്റ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയിരിക്കണം, അത് അന്ന് ആദ്യം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇട്ടിരുന്ന പേര് ഭാരതീയ വിദ്യാർത്ഥി ജനത എന്നാണ്. ഒരു 6 മാസമായിട്ട് അവിടെ ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് തുടങ്ങി. അത് പിന്നെ വിദ്യാർത്ഥി മോർച്ചയായി. അതിൻ്റെ ജില്ലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, പിന്നെ യുവമോർച്ചയുടെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജില്ലയുടെ പ്രസിഡൻറ്റ്, അങ്ങനെ ഞാൻ പ്രവർത്തിച്ചു. 83 എനിക്ക് തോന്നുന്നു ഞാൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായി. പിന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അങ്ങനെ ആയിട്ട് വന്നു. 93 ഓൾ ഇന്ത്യ സെക്രട്ടറിയായി യുവമോർച്ചയുടെ. അതിന് മുമ്പ് ഓൾ ഇന്ത്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒരു ജനറൽ സെക്രട്ടറി ഉള്ളതാണ്. അവിടുന്ന് ഓൾ ഇന്ത്യ സെക്രട്ടറിയായി, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റായി. 99 അതിനിടയിലുണ്ടായ ഒരു സംഭവം, അന്നൊക്കെ ഈ ജനസംഘത്തിൻ്റെ ഒരു രീതിയായിരുന്നു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുക ഓരോ ലീഡേഴ്സിൻ്റെ. 80കളുടെ അവസാനമായപ്പം പാർട്ടി തീരുമാനിച്ചു രാജഗോപാലാണ് എൻ്റെ ട്രെയിനറെന്നോ ഗുരുവെന്നോ. അപ്പോൾ അദ്ദേഹമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എന്ത് കാര്യം ചോദിച്ചാലും രാജേട്ടനോട് ചോദിക്കാൻ പറയും. അപ്പോൾ 93 തൊട്ട് അദ്ദേഹം ഡൽഹിയിലുണ്ട്, ഡൽഹിയിൽ ഞാൻ പോകാറുണ്ട്. അപ്പോൾ 97 അമേരിക്കയിൽ ഈ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതെനിക്ക് ഞാൻ കേൾക്കാറില്ല. യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ അങ്ങോട്ട് വിടും, എല്ലാ പാർട്ടിയിലും ഉള്ളവർ 15 ദിവസത്തേക്ക് അവിടുത്തെ സിസ്റ്റത്തെ പറ്റി പഠിപ്പിക്കുക. അതെനിക്ക് തോന്നുന്നു ജയിൽ തൊട്ട് ക്യാപിറ്റോൾ ഹില്ല് വരെയുള്ള ഒരു ഇതാണ്. അത് നമ്മുടെ പെൻറ്റഗണിലൊക്കെ പ്രവേശനമുണ്ട്. അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, അതായത് നമ്മുടെ MLA പോലെയുള്ള ഒരാൾ ഓരോ സ്റ്റേറ്റിലും നമ്മളെ അക്കമ്പനി ചെയ്യും. അങ്ങനെ ഒരു ഒഫീഷ്യൽ ഗസ്റ്റാണ് അവിടുത്തെ. ഇപ്പോൾ അതിനെയൊക്കെ കേൾക്കാറില്ല. അതിനാണ് ഈ നരേന്ദ്രമോദി അമേരിക്കയിൽ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നില്ലേ, വളരെ ദരിദ്രനാണ്. അത് ഈ സമയത്ത് 93 അദ്ദേഹം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്താണ്. ഞാൻ 97 പോകുന്നത്, അദ്ദേഹം 93 തോന്നുന്നു. അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിന് അതിന് ശേഷം ഒരു 15 ദിവസം അവിടെ നമ്മുടെ ഓവർസീസ് BJP എന്ന് പറഞ്ഞൊരു സംഘടനയുടെ കീഴിൽ 15 ദിവസം കൂടി അവിടെ വന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഇന്ത്യൻസ് ജീവിക്കുന്നത്, അത് സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചിട്ടില്ലാത്ത കട്ടാരിയ എന്ന് പറഞ്ഞ ഒരു ലാഹോറിലെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് അത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ രീതി എന്നൊക്കെയുള്ള ഒരു അത് സംഘടനാപരമായിട്ടുള്ള ട്രെയിനിങ്. അതൊരു ഇൻ്റർനാഷണൽ എക്സ്പോസർ കിട്ടാൻ വേണ്ടി വിട്ടതായിരിക്കാം. കാരണം ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് അമേരിക്കയ്ക്ക് പോകാനാണ്. ആദ്യമായിട്ട് 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ എന്ന് പറഞ്ഞ് ഹോട്ടലുണ്ടെന്ന് അറിയുന്നത് അവിടെ ചെന്നിട്ടാണ്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കിട്ടിയത് അതിൻ്റെ കീഴിൽ. അപ്പം പിന്നെ രാജേട്ടൻ മന്ത്രിയായപ്പോൾ 99 അപ്പോൾ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റാണ് യുവമോർച്ച. അത് രണ്ടും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഡൽഹിയിലെത്തുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്നലെ വരെ ഞാൻ അതിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വരെ ഞാൻ BJP നേതാവ് രാജഗോപാൽ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ഫയലിൽ വരുന്നവരുടെ രാഷ്ട്രീയം, ജാതി, മതം, ഇതൊന്നും പ്രദേശം ഒന്നും നോക്കാൻ പാടില്ല, അത് ജെന്യുവനാണെന്ന് മാത്രമേ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസ് എനിക്ക് ഏൽപ്പിച്ചു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രവർത്തിച്ചത്. അതിനുശേഷം അവിടെ 2004 മുതൽ 2010 വരെ ഡൽഹി തന്നെയായിരുന്നു സെൻട്രൽ ഓഫീസ്, പാർട്ടിയുടെ സെൻട്രൽ ഓഫീസ് കേന്ദ്രീകരിച്ച്. അതൊരു വേറൊരു ട്രെയിനിങ് ആയിരുന്നു. അത് ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി പാർട്ടിയുടെ.
അപ്പോൾ അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഒരു കസേര കിട്ടി, ക്യാബിനല്ല, ഒരു കസേര. അത് വലിയ കാര്യമാണ് പ്രവർത്തകരെ സംബന്ധിച്ച്. എൻ്റെ സ്റ്റേച്ചറിലുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഓഫീസിലൊരു കസേര കിട്ടുന്നത്. അപ്പോൾ അവിടെ ചില ട്രെയിനിങ്, അപ്പോൾ അതിനോട് പറഞ്ഞു വേണമെങ്കിൽ സുപ്രീം കോടതി പോകും. അങ്ങനെ ഞാൻ സുപ്രീം കോടതി പോയി 2004 വരെ 10 വരെ അവിടെ തന്നെ നിന്നു. എൻ്റെ പ്രാക്ടീസും. പിന്നെ 2010 വി മുരളീധരൻ ഇവിടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇവിടെ വക്താവായി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് 2013 വീണ്ടും നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായി. 2016 സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്. ഇതിനിടയ്ക്ക് എനിക്ക് ഓഫീസിൻ്റെ ചെറിയ ചാർജുകൾ സ്റ്റേറ്റ്. അപ്പോൾ 2016 കുമ്മനം പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം എന്നെ സ്റ്റേറ്റ് ഓഫീസ് ഇൻചാർജാക്കി. സാധാരണ ജനറൽ സെക്രട്ടറിമാർക്കാണ് ചാർജ് കൊടുക്കുന്നത്, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ കുമ്മനത്തിൻ്റെ കാലം തൊട്ട് ഞാൻ അത് ഇവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങാണ്, ഈ സെൻട്രൽ ഓഫീസിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സ്റ്റേറ്റ് ഓഫീസ് ഇൻചാർജ് അത് കുമ്മനത്തിൻ്റെ കാലത്ത്. പിന്നെ അതിനുശേഷം ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ട് പോയി. അത് കമ്മീഷനിൽ അറിയാമല്ലോ, ഓരോ മതത്തിന് വേണ്ടിയുള്ള 6 മതങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പോസിറ്റീവ് മത്സരമാണ് അവിടെ. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരാൾ, മറ്റേ മുസ്ലിംസിന് വേണ്ടി ഒരാൾ, അതുപോലെ തന്നെ ജെയിൻ, ബുദ്ധിസ്റ്റ്, അവരെല്ലാം വലിയ പോസിറ്റീവായിട്ടുള്ള മത്സരം അവരുടെ ഇതിന് വേണ്ടിയുള്ള. അത് ക്രിസ്ത്യൻ മെമ്പർ, ഞാൻ വൈസ് ചെയർമാനായാലും എന്നെ പറയുന്ന ക്രിസ്ത്യൻ മെമ്പർ എന്നാണ്. ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യൻസിൻ്റെ ഇഷ്യൂ എൻ്റെ അടുത്ത് വരും. ചെയർമാൻ ഇല്ലാത്ത സമയത്ത് മാത്രം വൈസ് ചെയർമാൻ്റെ അത് 2000 അതാണ്ട് തീരാറായ അവസ്ഥ. അപ്പോൾ അന്ന് പാർട്ടിയുടെ കുമ്മനം പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിൽ കുമ്മനം ഇത് വന്നപ്പം പറഞ്ഞു, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം, പ്രാഥമിക അംഗത്തിൽ നിന്നും രാജിവെക്കണം. അങ്ങനെ അത് പാർട്ടി സെൻട്രൽ ഡയറക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഓർഗനൈസിങ് സെക്രട്ടറിയും അത് ഞാൻ പോയി ചാർജ് എടുത്തു. അത് കഴിഞ്ഞ് ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ നേതാവ് തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന അവസരത്തിൽ സെൻട്രൽ ഓർഗനൈസിങ് സെക്രട്ടറിയുടെ ഫോൺ വന്നു, നിങ്ങൾ ഈ നേതാക്കന്മാരെ ഒന്നും കാണാൻ വരണ്ട, BJP ഓഫീസുകളിൽ പോകരുത്, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി BJP നേതാക്കന്മാരുടെ ഉപദേശവും നേടാൻ പാടില്ല, നിങ്ങൾ കംപ്ലീറ്റ് സ്വതന്ത്രനായിരിക്കും എന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു ഓഫീസിലും പോയിട്ടില്ല, ഒരു നേതാവിനെ കാണാൻ പോയിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. പേഴ്സണലായിട്ട് ഈ ഞങ്ങളുടെ നാട്ടിലുള്ളവരുടെയൊക്കെ വീട്ടിൽ പോയി കാണുമായിരുന്നു. അതങ്ങനെ സ്വതന്ത്രമായിട്ട്, എൻ്റെ അഭിപ്രായം എന്താണോ അത് സ്വതന്ത്രമായിട്ട് നടന്നിട്ടുണ്ട്. 2020 എനിക്ക് മാർച്ച് 4-ാം തീയതി ഒരു ഏതാനും ദിവസവും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വൈസ് ചെയർമാൻഷിപ്പ്. അപ്പോൾ പാർട്ടിയുടെ പുനഃസംഘടന നടക്കുകയാണ്. അപ്പോൾ എന്നെ സെൻട്രൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു, പ്രസിഡൻറ്റും ഓർഗനൈസിംഗ് സെക്രട്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്. അപ്പം അതായത് മൈനോറിറ്റി കമ്മീഷന് തീരാറായി, ഏതാണ്ട് ഒരു മാസത്തേക്കും കൂടെയുള്ള പാർട്ടിയുടെ പുനഃസംഘടന വരിക. അപ്പോൾ പറഞ്ഞു വിഡ്രോ ചെയ്യുകയാണ്, ഇതുവരെ നിങ്ങൾ സ്വതന്ത്രനായിരുന്നു, ഇന്ന് നിങ്ങൾ രാജിവെക്കണം, നാളെ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകണം, അവിടെ പോയിട്ട് സുരേന്ദ്രനെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിനെ കാണണം, ഇനി അടുത്ത എന്താണെന്ന് അദ്ദേഹം പറയും എന്ന് പറഞ്ഞു. വീണ്ടും BJPയിലേക്ക് വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ജനറൽ സെക്രട്ടറിയാണ്, ഓഫീസ് ഇൻചാർജ് പ്ലസ് മീഡിയ ആയിരുന്നു എൻ്റെ ചാർജ്. അതുപോലെ അന്ന് ആദ്യകാലത്ത് തിരുവനന്തപുരം ജില്ലയുടെ ചാർജ്. ഇത് പോരുന്നിടം വരെയും ഞാൻ ജനറൽ സെക്രട്ടറി ഓഫീസ് ഇൻചാർജും മീഡിയയുടെ ചാർജുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം വന്നത്. അപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ ഉപയോഗിച്ച വാക്ക് ഞാൻ തന്നെ അധികം കേട്ടിട്ടില്ല, ഓർഗാനിക് വർക്കർ എന്നാണ് പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് അവർക്കുള്ള അംഗീകാരമാണ്. ആ സമയത്ത് ഒരിക്കലും ഈ മതം നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, കിട്ടുന്ന വകുപ്പ് നല്ലപോലെ ചെയ്യണം എന്നാണ്. അത് തന്നെയല്ലേ ആ ഐഡൻറ്റിറ്റി എടുത്താൽ എങ്ങനെയാണ് പ്രവർത്തകർക്ക് മെസ്സേജ് ആകുക? അപ്പോൾ അവരുടെ മനസ്സിലതില്ല. ഈ നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിങ്ങളെ മന്ത്രിയാക്കുന്നു, പിന്നെ ഇപ്പം ഇങ്ങനെയാണ് പ്രവർത്തകർക്ക് ഇത് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ പ്രവർത്തകരുടെ റെപ്രസെൻറ്റേറ്റീവാണ് അത്, പ്രവർത്തകർക്കുള്ള ഒരു മെസ്സേജാണ് ഇത്. ഈ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരെ ഇത് പാർട്ടി എന്നും സംരക്ഷിക്കും എന്നുള്ളൊരു മെസ്സേജാണ് പാർട്ടി തന്നത്. അതിൻ്റെ കൂടെ ഇപ്പം മൈനോറിറ്റി അഫയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വൈസ് ചെയർമാനായ കാര്യത്തെ എല്ലാം മായ്ച്ചു കളഞ്ഞു.
അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കരുത്. കാരണം അതൊരു വേറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എൻ്റെ ഡ്യൂട്ടി അതാണ്. ഇപ്പം മുഴുവൻ മൈനോറിറ്റീസിൻ്റെ അവകാശവും അവരുടെ ജീവിതം ഭേദപ്പെടുത്താനുള്ള എൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത്. രാജേട്ടൻ പറഞ്ഞത്, നിങ്ങൾ മുഴുവൻ ഇന്ത്യക്കാരൻ്റെയും മന്ത്രിയാണ്, മുഴുവൻ ജനങ്ങളുടെയും മന്ത്രിയാണ്, പിന്നെ വകുപ്പ് അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി ഇനി പൊളിറ്റിക്കൽ മറ്റു കാര്യങ്ങളെ ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് ജോയിൻ ചെയ്യുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻസിൽ ഒരാള് സാറാണോ ആദ്യത്തെ ക്രിസ്ത്യൻ? അല്ലല്ലോ, വൺ ഓഫ് ദ ജനസംഘത്തിനുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്നും ചേർച്ചിൽ നിന്നും ഒക്കെ ഉള്ള റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? ഒരു BJP-യിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തായിരുന്നു റെസ്പോൺസ്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചർച്ചിൽ സഭാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നേ അവർ നോക്കുകയുള്ളൂ. അതിൻ്റെ അകത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സ് ആൾക്കാർ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ വ്യത്യസ്ത പാർട്ടിക്കാരൊന്നുണ്ടായിരുന്നു. ഈവൻ ആ കാലഘട്ടത്തിൽ നക്സലൈറ്റ്സ് പോലും ഉണ്ടായിരുന്നു. അവർ പള്ളി വരുന്നില്ല, പള്ളിക്കെതിരാണ്. അതുകൊണ്ട് പള്ളിക്കാർ നോക്കുന്നത് ഞാൻ സഭാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈവൻ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് ചോദിച്ചുകൊണ്ട് പറയാണ്. ഒരു പ്രത്യേക നിമിത്തമാണ്. അന്ന് ഞാൻ പഠിക്കുന്നത് എൻ്റെ ഇടവക, അന്നത്തെ ഇടവക, ഇന്ന് ഞങ്ങളുടെ ഫൊറോനയാണ്, പള്ളിയുടെ കീഴിലുള്ള കോൺവെൻറ്റ് സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അവിടെ അന്ന് ഈ കാറ്റക്കിസം പഠിപ്പിക്കുമായിരുന്നു സ്കൂളിൽ. ഇപ്പോൾ പറ്റിയല്ല, നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം കാറ്റക്കിസം മറ്റു കുട്ടികൾക്ക് മോറൽ സയൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5, 6, 7 ക്ലാസ്സുകളിലെ കത്തോലിക്ക കുട്ടികൾക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടത്തി. ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ളൊരു ഇതായിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റായി. അത് കഴിഞ്ഞ് എനിക്കൊരു ആനിവേഴ്സറിക്ക് സ്റ്റേജിൽ എനിക്കൊരു ബുക്ക് തന്നു. അതാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് ചിന്തിക്കാൻ പോലും പ്രേരിപ്പിച്ചത്. ആ ബുക്കിൻ്റെ പേര് എങ്ങനെ നല്ല പ്രസംഗകനാകാമെന്നായിരുന്നു. ആ പ്രായത്തിൽ സ്വാഭാവികമായിട്ടും ആരാ പ്രസംഗിക്കുന്നത്? രാഷ്ട്രീയക്കാരല്ലേ. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി, രാഷ്ട്രീയത്തിലേക്ക് നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇൻട്രസ്റ്റ് ആയത്. ഇത് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈഫ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട, ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫാണ്. ഇപ്പോൾ ആരും അവിടെ എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ സഭയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലേ. 94 എൻ്റെ വിഭാഗം നടന്നു. അപ്പോൾ ആ കാസറ്റ് ഇപ്പോഴും കാണും. അന്ന് കാസറ്റാണല്ലോ. ഞങ്ങളുടെ ഇടവക വികാരി അന്ന് KG മാരാർജി വന്നിരുന്നു കല്യാണത്തിന്. ഇപ്പം അദ്ദേഹം പ്രസംഗിച്ചും പറഞ്ഞ് ഇതൊരു മാതൃകാ വിശ്വാസിയാണ്. അയാളുടെ രാഷ്ട്രീയമൊന്നും എനിക്കറിയത്തില്ല, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇവിടെ സഭാ നിയമം അംഗീകരിക്കുന്നുണ്ട്, ഇടവകയുടെ നിയമം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ അവിടെ നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ ആക്ടിവിറ്റീസിലുണ്ട്, അവിടുത്തെ സംഘടനകളിലുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇപ്പോഴും എനിക്ക് സ്വീകരണം തന്നപ്പം പള്ളിയിൽ അവർ ഞങ്ങളുടെ പാരീഷിൽ ഇടവകയെ തന്നു, ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട്. അപ്പോഴും ഒരു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട ആരും ഇന്ന് വരെയും ഇത് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. അത് പള്ളിയിലത് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആ ചർച്ചിലുള്ള ആരും, പിന്നെ പുറത്ത് രാഷ്ട്രീയക്കാരും അവരും ഒക്കെ ചോദിക്കുന്ന, ആ പ്രദേശത്തുനിന്ന് ഒരാളും ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ നിന്നുമില്ല. കുടുംബം പിന്നെ ഒരു പറയാവുന്നറിയത്തില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി, പെങ്ങന്മാരില്ല. അപ്പം ഞങ്ങളൊക്കെയാണ് കുക്ക് ചെയ്ത് ജീവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയാണ്. ചേട്ടന്മാർ 4 പേര്, ഞങ്ങൾ, ഫാദർ വളരെ ലിബറലാണ്, എല്ലാ കാര്യത്തിലും ലിബറലായിട്ടുള്ളൊരു കത്തോലിക്കൻ. അറിയാമല്ലോ, ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊരു രീതിയുണ്ടല്ലോ, അത് ലിബറലാണ്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് അധികം വിട്ടു നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അല്ലാതെ വീട്ടിൽ വരണമെന്ന് ബ്രദേഴ്സൊക്കെ വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നു, അവർക്കും പ്രശ്നമില്ല. കേരളത്തിലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പൊതുവെ എപ്പോഴും BJPക്ക് എതിരായിരുന്നു. മാത്രമല്ല ഈ നോർത്ത് ഇന്ത്യയിലുണ്ടായ അറ്റാക്കുകളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ BJP പ്രതിരോധത്തിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കളൊരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിട്ടിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനാണ് ഈ BJPയുടെ കൂടെ നടക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്?
അല്ല ഈ പൊളിറ്റീഷ്യൻസ് പറയാറുണ്ട്, അല്ല എല്ലാവരും സഭയെന്ന് ആരും പറയാറില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തൊട്ട് തന്നെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ ഈ എതിർക്കുന്നത് ഇപ്പം ഞാൻ പറയാം, മണിപ്പൂർ സംഭവം കേരളത്തെ BJP ഒത്തിരി സഹായിച്ചു. അത് നിങ്ങൾക്ക് കോൺട്രഡിക്റ്റ് ആയിട്ട് വേണം. കാരണം അതുവരെയും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻസ് അങ്ങനെ മൈൻഡ് ചെയ്തിരുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ട് അവതരിപ്പിച്ച്. അപ്പോൾ അവർ പഠിച്ചിട്ട് അത് മാത്രമല്ല, ഈ ഓസ്വാൾ ഗ്രേഷ്യസിൻ്റെ ഒരു അറിയാമല്ലോ, ഇപ്പോൾ കർദിനാൾ ബോംബെയിലെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ വന്നത് ഇത് ഒരു ട്രൈബൽ വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ക്രിസ്ത്യൻസ് കംപ്ലീറ്റ് പഠിച്ചു. അത്രമാത്രം ഭീകരമായിട്ടുള്ള ഇതായിരുന്നു. അവസാനം അവർക്ക് പിടികിട്ടി. ഈ മലയാളികൾ ലോകം മുഴുവനുണ്ടല്ലോ, അവിടെയെല്ലാം ഈ സംഭവം നടക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ മിക്കവാറും ഒരു മതത്തിൽപ്പെട്ടവരായിരിക്കും. അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അവസാനം അവരുടെ ഗോത്ര അഭിമാനം എന്നാണ് പറയുന്നത്, അത് അവർ പിടിച്ച് നിർത്തും. അപ്പോൾ അന്വേഷിക്കുന്ന അവസരത്തിൽ ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ നടക്കുന്നതും ഇതാണ്. ആ ഗോത്രത്തിൻ്റെ ഇതും മതവും ബന്ധമില്ല. അവരുടെ ഗോത്ര അഭിമാനമാണ് അവരുടെ പ്രധാനപ്പെട്ടത്. അത് കേരളത്തിലെ ക്രിസ്ത്യൻസിന് അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് മാറി. ഇപ്രാവശ്യം BJPക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ BJPയുടെ വോട്ട് വലതുപക്ഷത്തിന് പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിന് പോയി, ഭയങ്കര ചർച്ചയായിരുന്നു. ഇപ്രാവശ്യം രണ്ട് പക്ഷത്തും ഭയങ്കര പ്രശ്നമാണ്. അവരുടെ വോട്ട് BJPക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മതമോ ജാതിയോ അല്ല, ന്യൂ ജനറേഷൻ. അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഈ എൻ്റെ കുടുംബം ഇന്ന പക്ഷമാണ്, അതുകൊണ്ട് ഞാനെന്നുള്ളതല്ല. 35 വയസ്സ് താഴെയുള്ളവരാണല്ലോ 65%. അവരാരാണോ നല്ല ചെയ്യുന്നത് അവരെ സഹായിക്കുക. അതാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ജാതിയും മതമൊന്നുമില്ല, അതാണ് നല്ല ചെയ്യുന്നത്. അവരുടെ വോട്ട് പ്രാവശ്യം BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺസെൻട്രേഷനിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. ജാതിയും മതവും അധികം അവരുടെ അടുത്ത് ചിലവാകില്ല. അവരവരുടേതായിട്ടുള്ള ലോകത്താണ്. ഇപ്പോൾ പറയുന്ന നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള, അറിയാമല്ലോ ചെറുപ്പക്കാർ വീടുകളിലില്ലേ, അവരുടെ സങ്കല്പത്തിലുള്ള ഒരു രീതിയുണ്ട്. അവർ പത്രം വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ, ഏതൊക്കെ പേജുകൾ അവർ നോക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ, അറിയത്തില്ലേ? അതാണ് അവരുടെ ലോകം. അപ്പോൾ അവരിങ്ങനെ വീക്ഷിക്കും, ഒന്നും മിണ്ടുകയില്ല. അവർ അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മളിപ്പം ലക്ഷ്യം വെക്കുന്നത്. അത് ഒരു 1-2 ഡെക്കേഡ് കഴിയുമ്പോൾ അവരാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് കോൺസെൻട്രേറ്റ്, അതാണിപ്പോൾ നമുക്ക് കിട്ടിയ ഗുണം. നന്മ കാണുന്നതിൻ്റെ കൂടെ അവർ നിൽക്കും. പക്ഷേ അവർ പരസ്യമായിട്ടത് വിളിച്ചു പറയണമെന്നില്ല. അവർ വോട്ട് ചെയ്യുന്ന അതുകൊണ്ട് ഇപ്പോൾ ഒരു 20% വോട്ട് വന്നു. 20%-ൻ്റെ കൂടെ സുരേഷ് ഗോപിയുടെ നന്മയും കൂടെ കൂടിയപ്പം ജയിച്ചു. O രാജഗോപാൽ അന്ന് BJPക്ക് ഏതാണ്ട് 12-13% വന്നപ്പോഴാണ് O രാജഗോപാൽ ജയിക്കുന്നത്. പ്ലസ് O രാജഗോപാലിൻ്റെ നന്മ. അപ്പോൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകമാണ് ഇതിൻ്റെ. അത് കഴിഞ്ഞാൽ അതിലേക്ക് വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 25% ആകുമ്പോൾ ഒരു 3-4 MP ജയിക്കും. അപ്പോൾ കേരളത്തിൽ അറിയാമല്ലോ, നിങ്ങളെല്ലാം അറിയാവുന്നവരാണല്ലോ, ഈ കേരളത്തിലെ MLA ജയിക്കുന്നതിലും എളുപ്പം BJPക്ക് MP ജയിക്കുന്ന. O രാജഗോപാൽ ആദ്യം 15,000 വോട്ടിനാണ് 2014 തോറ്റത്. അതിന് ശേഷമാണ് MLA ഉണ്ടായത്. അദ്ദേഹം MLA ഉണ്ടായത്. അത് ഓൾ ഇന്ത്യ പൊളിറ്റിക്സുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ BJP കേന്ദ്രത്തിൽ ഭരിച്ചിട്ടുള്ള ഒരു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഇപ്പോഴും ഭരിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു എഫക്റ്റ്. ഇവിടെ BJP കേരളത്തിൽ ഭരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് MP ആയിരിക്കും ആദ്യം കൂടുതലുണ്ടാകുന്നത്. അപ്പം 25% ആകുമ്പോൾ മറ്റ് പാർട്ടികൾ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കും ജയിക്കാം, ഒരു മുന്നണിയാകാം. അതാണല്ലോ നോക്കുന്നത്. പൊളിറ്റിക്സിൽ അങ്ങനെയാണല്ലോ. ഇപ്രാവശ്യം കേരളത്തിൽ ബാക്കി തന്നെ BJP നേരിട്ട് മത്സരിച്ച് താമര ചിഹ്നത്തിൽ മത്സരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവമായിട്ട് വോട്ട് കിട്ടിയപ്പോൾ JS ചെയ്ത മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കാര്യമായ ഇമ്പാക്ട്. കോട്ടയത്ത് നല്ല രീതി, കോട്ടയത്ത് 20% വോട്ടുണ്ട്. 5,000 വോട്ടിൻ്റെ കൂടി അല്ല, അങ്ങനെയാണ് അത്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രത്യേകത, ഇപ്രാവശ്യം അവിടെ 8,23,000 വോട്ടേ പോൾ ചെയ്തുള്ളൂ കോട്ടയത്ത്. പെർസെൻറ്റേജ് ഏറ്റവും കുറവ് പത്തനംതിട്ടയായിരിക്കും. പക്ഷേ
വോട്ട് ചെയ്ത് 8,23,000 വോട്ട് ചെയ്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 10 ലക്ഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ 1,55,000 നിന്ന് 1,66,000 ആയി. ഏതാണ്ട് 20% വന്നു. കോട്ടയത്ത് കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ഡലങ്ങളെ പറ്റി അത് പഠിക്കേണ്ടി വരും. ഇത് തുഷാറാണല്ലോ കോട്ടയത്ത് മത്സരിച്ചത്. കോട്ടയത്ത് അതുകൊണ്ട് വോട്ട് കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് എന്താണെന്നുള്ളത് നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കിയാലേ സാധിക്കുകയുള്ളൂ. അത് അവിടെ 2 സ്ഥലത്ത് നേരത്തെയും വലിയ വോട്ട് കിട്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഇടുക്കിയിലും മാവേലിക്കരയും ചാലക്കുടി നേരത്തെ വോട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിനെപ്പറ്റി പഠിക്കണം. അവിടെ പക്ഷേ വേറൊരു സാധനം കൂടെ വന്നിരുന്നു. ചാലക്കുടിയിൽ മറ്റേ 2020 വന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണം. അല്ല, കോട്ടയത്ത് മറ്റേ രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. ഇല്ല അവിടെ അങ്ങനെയല്ല. അവിടെ സംഭവിച്ചത് ഇനി അത് പഠിക്കേണ്ട കാര്യമാണ്. 11% വോട്ട് കുറഞ്ഞു. അത് കേരളത്തിൽ അങ്ങനെ വോട്ട് കുറയുന്നതല്ല. 11 ബാക്കിയുള്ളിടത്ത് 10 അല്ല അതങ്ങനെ ബാക്കി കണ്ടേറ്റുമില്ലേ. 11% വോട്ട് കുറഞ്ഞത് അതെന്താണെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും പഠിക്കേണ്ടതാണ്. നോർത്ത് ഇന്ത്യയെ പോലും അത്ര കുറയുമെന്ന് എനിക്ക് കണ്ടിട്ടില്ല. 11% പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു. അത് കേരളത്തിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരുടെയും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരുടെയും വോട്ട് കുറഞ്ഞു. BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണം എന്താണ് സംഭവം എന്നല്ലാതെ സ്ഥാനാർത്ഥിയുടെ വിഷയമാണെന്ന് തോന്നുന്നില്ല. 11% വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു പക്ഷേ ഭാവിയിലേക്കുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള ഒരു വിരൽ ചൂണ്ടലുള്ള ഒരു സാധനമായിരിക്കും. അതിൻ്റെ അകത്ത് കാണും എന്തെങ്കിലും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂ ജനറേഷൻ്റെ ഒരു ഇതുണ്ടല്ലോ തിങ്കിങ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ആൾക്കാർ പറയല്ലേ. അന്ന് നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞത്. സമയത്ത് അദ്ദേഹം വന്ന സമയത്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോഴാണ് അതിനെപ്പറ്റി ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ഈ RSS ഞാനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും കൺവെർഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ ക്രിസ്ത്യൻസും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മെയിൻ ചർച്ചസ് ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പോപ്പ് ഫ്രാൻസിസ് തന്നെ പറഞ്ഞിട്ട് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഒരാൾ സ്വയം വരുന്നതിന് കുഴപ്പമില്ല, അല്ലാതെ ചെന്നിട്ട് പ്രേരിപ്പിച്ചൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൺവെർഷനെതിരാണ്, അവരും കൺവെർഷനെതിരാണ്. പക്ഷേ എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ ഇടപെടണം. അപ്പോൾ അവർ വന്നിട്ട് ഇത് പറയുന്ന അവസരത്തിൽ ഇത് ഞങ്ങളുടെ അവകാശമാണ് കൺവെർഷൻ എന്ന് പറയുന്ന അവസരത്തിൽ അങ്ങനെ ആയിരിക്കാം. മെയിൻ സ്ട്രീം ചർച്ചസ് ആരും കൺവെർഷനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഈ നിലയ്ക്കൽ സമരമുഖത്തുണ്ടായിരുന്ന അപൂർവം അന്നൊരു രസമുണ്ടായി. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, വികാരി അച്ഛൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വലിയ ബുക്കുണ്ടാവും. അതും പിടിച്ചിട്ടുണ്ടോ പുള്ളി നടക്കുന്നത്. എന്തായിരിക്കും സാധാരണ അത് കറുത്ത കവറുമാണ്. അല്ല, എന്തായിരിക്കും നമ്മൾ വിചാരിക്കുക ബൈബിളാണെന്നല്ലേ. ബൈബിളല്ല, ഡിക്ഷണറിയാണ്. 25 വാക്കുകൾ. അത് സെമിനാരിയിലെ രീതിയാണ്. ഈ സെമിനാരി പോകുന്നവരല്ല, ഇംഗ്ലീഷ് പഠിക്കുന്ന അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധമാണ് 25 വാക്കുകൾ, അതിൻ്റെ സ്പെല്ലിങ് അർത്ഥമൊക്കെ പഠിക്കണം. അത് ജീവിതകാലം മുഴുവൻ പഠിച്ചാലല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് വർക്ക് ചെയ്യുന്നവരല്ലേ, ഇല്ല ഇതിൻ്റെ ഇത് കിട്ടണമെങ്കിൽ അതും പിടിച്ചോണ്ട്. അതാണ് ഒരു ദിവസം ഞാൻ അവിടെ വന്നപ്പം ഇവിടെ കഴിഞ്ഞിട്ട് വന്നേന്ന് ആൾക്കാരൊക്കെ നിൽക്കുക. നീ നിലയ്ക്കൽ സമരത്തിൽ പോകുന്നുണ്ടോ? ആ ഉണ്ട്. വളരെ നല്ലത്. ഇവനൊന്നും പണിയില്ലാതെ നടക്കുകയല്ലേ. ഈ അന്ന് നമ്മുടെ ലോനപ്പന്തമ്മാടിനെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് പുള്ളി പറഞ്ഞു. തോമാസ്ലിയായിക്ക് ഈ കുരിശുകൊത്തലൊന്നുമല്ല, കല്ലുകൊത്തൊന്നും അല്ലായിരുന്നു പണി. ഒരു കുഴപ്പമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനത്തെ ഒരു നേച്ചറിനെ അതോടുകൂടി അവിടെ ഒരു വിഷയമില്ലാതായി. അത് ചുമ്മാ ഉണ്ടാക്കുന്ന ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞൊരു അച്ഛൻ. അതോട് കോലപ്പള്ളിയാണ് അന്ന്, ഞങ്ങളിപ്പം നമ്പ്യാവളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ സപ്പോർട്ട് വന്നതോടുകൂടി അന്നുകൊണ്ടല്ലോ ഈ സഭയ്ക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ, ഇത് തെറ്റാന്ന് പറയുന്നവരുണ്ടെന്ന് കത്തോലിക്ക സഭയിലുമേ അറിയാം. അത് അന്നത്തെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. നമ്മുടെ കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് ചില ആൾക്കാർ, അതിനിപ്പുറത്തോട്ടുള്ളവർ, അതിനെപ്പറ്റി വേറൊരു രീതിയിൽ നോക്കുന്നവർ ഒക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കൽ ഞാൻ അധികം പോയിട്ടില്ല.
നിലയ്ക്കലിൽ ആകെ ഞാൻ പോയെന്ന് പറയുന്നത് അത് പാർട്ടിക്കാർ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ സമരത്തിൽ വരണമെന്നില്ല എന്ന്. പക്ഷേ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത്, ഈ ഞാൻ പാലാ സെൻറ്റ് തോമസിലൊന്ന് പഠിക്കുക. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു ഇവിടെ രാമപിള്ള സാറ് പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ പാർട്ടിയല്ല, ചെറിയ സ്വാഗതം പറയാൻ ആരുമില്ല. എനിക്ക് തോന്നുന്നു യുവമാർ വിദ്യാർത്ഥി മാർച്ചയിലാണെന്ന് തോന്നില്ല പ്രശ്നം, അതുകൊണ്ട് നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ പാലായിലെ ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തൊരു സ്ഥലമല്ലേ പുതിയൊക്കെ നടക്കുന്നത്, അവിടെ സ്റ്റേജൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ല മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആരുമില്ല. ഈ സ്റ്റേജിലിരിക്കുന്ന 2-3 പേരുണ്ട്, പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ട്. നാരായണൻ നമ്പൂരി അറിയാലേ, നാരായണൻ നമ്പൂരി പിന്നെ ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒഴിവൂരുള്ള ഒരാൾ. ഞാനും അവരുടെ മുമ്പിൽ പോയി ഒന്ന് സ്വാഗതം വിളിക്കാൻ എന്നപ്പം സ്വാഗതം പറഞ്ഞു. രാമപിള്ള സാറ് സ്വാഭാവികമായിട്ടും പ്രസംഗിച്ചു ഇത് സ്വാതന്ത്ര്യത്തെപ്പറ്റി അതും ഇതൊക്കെയാണ് പറയുക. അന്നൊരു വേറെ സ്റ്റാൻഡായിരുന്നു BJPക്ക്, ഈ പറയുന്ന രീതിയല്ല. അപ്പോൾ അത് നിഷ്പക്ഷമായിട്ടുള്ളത് വേണം, ആരാധനാ സ്വാതന്ത്ര്യം വേണം, അത് ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ 3 പേരാണ് കഴിവുകാർ. ഞാൻ സ്വാഗതം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇടിവണ്ടി ഒരു 8-10 പോലീസ് ജീപ്പ് വന്നിട്ട് ഇത് വളഞ്ഞു ഈ സ്റ്റേജ്. അപ്പോൾ ഒരു മനുഷ്യയില്ലാത്തടത്തോട് ഭയങ്കര ആൾക്കാർ അരച്ചു വന്നു ഇത് കാണാൻ വേണ്ടി. അതിന് മുമ്പ് ആരും ശ്രദ്ധിക്കുന്നില്ല ഇത്. അപ്പോൾ ഇത് വന്നു, ഇത് മൈക്കുകാരനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേജിൽ നിന്ന മണ്ഡലം പ്രസിഡന്റ് അവരെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ SI ആരാണ് എന്നോട് പറഞ്ഞു. ഞാനപ്പം കയറി ചെന്നു, ആ പുള്ളി അറസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞത് K രാമപിള്ളയാണ്. ഓ രാമപിള്ള സാറാണോ, എന്നാൽ അദ്ദേഹം പോകട്ടെ. അന്ന് രാമപിള്ള സാറിന് അത്രയൊരു റെസ്പെക്റ്റ് ഉള്ളതാണ്. അവർ പോയി മൈക്കെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ നോക്കുന്ന അവസരത്തിൽ ഒരു 2000 ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് പക്ഷേ ഒരു 15 മിനിറ്റ് കപ്പാസിറ്റിയേ ഉള്ളൂ. ഇതെന്താണ് സംഭവിച്ചതെന്ന് ആൾക്കാരോട് പറയണമല്ലോ. ഇതാണ് നിലയ്ക്കൽ, ഇതിൻ്റെയാണ് രാമപിള്ള സാർ ഇതൊക്കെയാണ് പറയുന്നത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ലീഡർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി സർവോദയത്തിൽ നിന്ന് വന്ന മൈക്കില്ലാതെ കഥാപ്രസംഗം നടത്തുന്ന ആൾക്കാരാണ്. സർവോദയത്തിൻ്റെ ആൾക്കാരെന്ന് അങ്ങനെ ട്രെയിൻഡാണ്. അങ്ങേര് വന്നിട്ട് 2 മണിക്കൂർ. അപ്പോൾ ഞാൻ അധ്യക്ഷനായി. അദ്ദേഹത്തെ കണ്ടപ്പോഴേ പറഞ്ഞിട്ടിരുന്ന് അധ്യക്ഷനായി. ഇപ്പോൾ സ്വാഗതം കഴിഞ്ഞ് പ്രസംഗകനായി അധ്യക്ഷനായി. അപ്പോൾ ഇയാളൊരു 2 മണിക്കൂർ പ്രസംഗിച്ചു. ഇങ്ങേരെ ഈ ഗാന്ധിയെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഈ രവീന്ദ്രൻ എന്ന് പറയുന്നത് സർവോദയക്കാരനാണ്. വഴി ബ്ലോക്കായി. പോലീസ് വീണ്ടും വന്നു വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇദ്ദേഹം 2 മണിക്കൂർ പ്രസംഗിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നന്ദി പറഞ്ഞു. അപ്പോൾ സ്വാഗതം, പ്രസംഗകൻ, അധ്യക്ഷൻ, നന്ദി. ഒരു ആരും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു പരിപാടിയിലേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അങ്ങനെ ആ സമരത്തിൽ ഈ വേറെ ഞാൻ പരിപാടിയിൽ പാർട്ടി പറഞ്ഞിരുന്നുമില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ട് പങ്കെടുത്തതാണ്. അപ്പോൾ അതിനു മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, ഓ ഒരു കുഴപ്പമില്ല നീ പൊക്കോടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ റേച്ചൽ മത്തായിക്കൊക്കെ ഇതിൻ്റെ പുറത്ത് പലപ്പോഴും പള്ളിയിൽ പോകാതിരിക്കേണ്ടി കാരണം അല്ല, അത് അവർ വളർന്നു കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നെയെന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഞാനിതല്ലേ, സ്കൂളിൽ തൊട്ട് ഉള്ള ഇതല്ലേ, എന്നെ അറിയാമല്ലോ. ഈ ആ ഗ്രാമത്തിലുള്ള മുഴുവർക്കും എന്നെ അറിയാം. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പം ഇന്ന വീട്ടിൽ കുര്യൻ്റെ മകൻ തന്നെ, അവിടുത്തെ രീതി അങ്ങനെയാണ് ഗ്രാമത്തിൻ്റെ, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. അച്ഛനെ വിളിച്ചിട്ട് എങ്ങനെയായിരിക്കും പറയേണ്ടത്? ഞാൻ വിളിച്ചിട്ട് പറയുന്നത് അച്ഛാ ഞാൻ പൊയ്ക്കാരൻകാലയിലെ ജോർജ് കുര്യനാണെന്നാണ് പറയുന്നത്. അച്ഛനാണ് പിന്നെ ഇങ്ങോട്ട് പറയുന്നത്. റിപ്പോർട്ടിംഗ് രീതി നമ്പ്യാവളംകാരെ അറിയാമല്ലോ. കോവലരെ കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് പണം ചിലവാക്കും കോവലൂക്കാർ. അവിടെ എല്ലാ ബാങ്കുകളും ഉണ്ട് അല്ലേ, എല്ലാ സംവിധാനവും ഉണ്ട്. 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്പ്യാവളംകാരെന്ന് പറഞ്ഞാൽ 1 പൈസ ചിലവാക്കി. എല്ലാവരും ഫോറിനാണെങ്കിൽ പോലും കാറ് പോലും വാങ്ങിക്കുകയില്ല, വലിയ വീട് വെക്കുകയില്ല. അങ്ങനെയുള്ള ഒരു കോതമല്ലൂർ കുറച്ചും കൂടെ ഹിന്ദുക്കളൊക്കെയുള്ള ഒരു പ്രദേശമാണ് നിങ്ങളുടെ അവിടെ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ അറിയാമല്ലോ, ഈ ഒരു പ്രദേശമാണ്, ഇങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നേരെ എൻറ്റയർലി ഡിഫറൻ്റാണ്. ഇപ്പോൾ പുതിയ കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. വലിയ വീട് വെക്കലാത്ത, വാഹനങ്ങളധികം വാങ്ങിക്കലാത്ത, മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ ഇടപെടിയലാത്ത, എന്ത് വേണേലും നടന്നോട്ടെ അവനെ എനിക്കെൻ്റെ കാര്യം എന്നുള്ളൊരു മനസ്ഥിതിയുള്ളൊരു പ്രദേശമാണ്.
അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും അതൊന്നും എനിക്ക് പ്രശ്നമായില്ല. പിന്നെ പുറത്ത് സ്വാഭാവികമായിട്ടും, പക്ഷേ എനിക്കുണ്ടായ അഡ്വാൻറ്റേജ് ഈ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കാണുന്നതുകൊണ്ടേ, ഈ ഹൈസ്കൂൾ തൊട്ട് തന്നെ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ ഇതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. റേച്ചൽ മത്തായി ഒക്കെ റിട്ടയർ ചെയ്തിട്ടാണ് വരുന്നത്. ഇല്ല അത് ഞാൻ ആ വഴിയല്ലല്ലോ. ഞാൻ JP മൂവ്മെൻ്റ് അല്ലേ. JP മൂവ്മെൻറ്റിൽ കൂടെ വന്ന അല്ല, ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഞാനും അത് ഞാൻ പറയാം. ഈ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ ഈ 77 മുതൽ 80 വരെയുള്ള എൻ്റെ ഗൈഡെന്ന്. അദ്ദേഹം 84 എയർഫോഴ്സിൽ ട്യൂട്ടറായിട്ട് പോയി. ഒരു 30 വർഷം ഒരാൾ പട്ടാളക്കാരനായ എന്ത് സംഭവിക്കുമെന്നറിയാമല്ലോ. അത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തനി പട്ടാളക്കാരനാണ്. രാഷ്ട്രീയക്കാരൊന്നും ശരിയല്ലല്ലോ. മൊത്തം രാഷ്ട്രീയക്കാർ ശരിയല്ല. എന്നാണ് ഞാൻ വിളിച്ചിട്ട് വന്നില്ല എൻ്റെ ഇതിനെ. എന്നാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഫൈൻഡിങ്. പുള്ളി രാജ്യസ്നേഹിയാണ്. പുള്ളി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കല്ലറക്കാരനായിരുന്നു. ഇംഗ്ലീഷ് MA എടുത്തിട്ട് പോയതാണ്. അങ്ങേരായിരുന്നു എൻ്റെ ഗൈഡ് ഒരു 84 വരെയൊക്കെ. അതെ. പിന്നെ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഞാൻ കാണുന്നത് 79-ലാണ്. 79 അവിടെ ഒരു പരിപാടി വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് സെപ്റ്റംബറിലാണ് കാണുന്നത്. അതിനുശേഷം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സന്തത സഹചാരിയായിരുന്നു. എൻ്റെ പേര് പറയുമ്പം കോട്ടയത്തെ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ്റെ പേര് പറയും, കേരളത്തിൽ O. രാജഗോപാലിൻ്റെ പേര് പറയും. കോട്ടയത്ത് ഞങ്ങൾ എപ്പോഴും ഇതാണല്ലോ. പക്ഷേ ഈ ശിഷ്യൻ എന്നുള്ളത് പാർട്ടി ഐഡൻറ്റിഫൈ ചെയ്തത് രാജേട്ടൻ്റെയാണ്. കോട്ടയം വിട്ട് കഴിഞ്ഞാൽ O. രാജഗോപാലിൻ്റെ ശിഷ്യൻ, ഇവിടെ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ കോട്ടയത്ത് നിന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ശിഷ്യൻ എന്നുള്ള ഒരു പുള്ളിയുടെ കൂടെ ഉള്ള ഒരാളെന്നുള്ള രീതിയിലായിരുന്നു എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെപ്പോഴും വലിയ അടുത്തടുത്താണല്ലോ വീട്. ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ഈ പൊളിറ്റിക്കൽ ഇതിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ BJP കേരളത്തിൽ വളർന്നാൽ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്നത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ? അതിപ്പോഴത്തെ കേരള രാഷ്ട്രീയം പഠിച്ചാൽ മതി. രണ്ടു കൂട്ടർക്കും ഒരുപോലെയല്ലേ. ഇത്തവണ LDF-നാണ് ഏറ്റവും ക്ഷീണം വന്നത്. LDF-ൽ നിന്നാണ് BJP-യിലേക്ക് കൂടുതൽ വോട്ട് വന്നതെന്നാണ് തൃശ്ശൂർ ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് ഒരു കാലഘട്ടം ഇല്ലേ, UDF-ൽ നിന്നാണ് കൂടുതൽ BJP. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു കൂട്ടത്തിൽ നിന്ന് വരണ്ടേ. അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു 3 ഫ്രണ്ടിന് നിലനിൽക്കാൻ പറ്റില്ല അല്ലേ? ഏതെങ്കിലും 2 ഫ്രണ്ട് അങ്ങനെയൊന്നുമില്ല. 3 ഫ്രണ്ടിനും നിൽക്കാൻ പറ്റും. പിന്നെ കാരണം ഞങ്ങളങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഫ്രണ്ടും നിലനിൽക്കുന്ന ഒരു കുറച്ച് നാളത്തേക്ക് അങ്ങനെയായിരിക്കും. അതിന് ശേഷമേ രണ്ടായിട്ട് വരുള്ളൂ. ഒരെണ്ണം BJP ആണെങ്കിൽ മറുപുറത്ത് ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം 3 എണ്ണം അല്ല. BJP-യുടെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ആ സ്റ്റെപ്പിലെത്തിയിട്ടല്ലേ 3 ഫ്രണ്ട് ആവുകയുള്ളൂ. അത് നമ്മൾ നിയമസഭാ ഇലക്ഷനിലൊക്കെ അത് പ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ശേഷമേ വരുള്ളൂ. അപ്പോൾ അത് എത്ര സമയം എടുക്കും നമുക്കറിയില്ല. അത് 3 ഫ്രണ്ട് കുറച്ച് നാൾ നിലനിന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ രണ്ടും കൂടെ ഒന്നാവും. ബംഗാളിലൊക്കെ അങ്ങനെയല്ലായിരുന്നു. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവരൊന്നാണ്. ഇപ്പോഴും അങ്ങനെയല്ലേ. ഇനിയിപ്പോൾ അവരെനിക്ക് തോന്നുന്നത് BJP ജയിക്കുന്നിടത്തല്ല അവർ ഒന്നാവും. ഇതില്ല, ഇന്ത്യ അലയൻസ് അത് ആ രീതിയിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും അങ്ങനെ വാനിഷ് ചെയ്ത് പോകുന്ന സംഭവം ഉണ്ടാകില്ല. അവർ 3 ഫ്രണ്ട് നിൽക്കും. അതിനുശേഷം അവരൊന്നാവും. ഇപ്പം ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും എല്ലാം അങ്ങനെയല്ലേ. ആ രീതിയിലേക്ക് അതിന് പറഞ്ഞ സമയമെടുക്കും. ഞാൻ പറഞ്ഞ ഇതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. ഇപ്പം തന്നെ അങ്ങനെ ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി 20-25 വരണം. അതിൻ്റേതായിട്ടുള്ള പിന്നെ ആ സമയത്ത് ഇത് നിലനിൽക്കില്ലേ. അത് തന്നെയല്ല, മറ്റ് സ്ഥലങ്ങളിലെ പോലെ അല്ലല്ലോ. ഈ മുന്നണികൾക്ക് ഇവിടെ ബേസ് ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും പെട്ടെന്നല്ലേ വരുന്നത്. പിന്നെ പൊതുവെ CPM ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് പറയുമ്പോൾ CPM ഇല്ലാതായാലാണ് BJPക്ക് ഏറ്റവും എളുപ്പം. ബിക്കോസ് UDF എന്ന് പറയുന്നത് അധികം ഒരു മൈനോറിറ്റി കോalition-ആണ്. എന്നാൽ CPM-ലാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനം പേരും നിൽക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം ഇല്ലാതാവുന്നതല്ലേ BJPക്ക് കുറച്ചുകൂടി എളുപ്പം? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പ്ലാൻ ഹിന്ദുവും ക്രിസ്ത്യാനിയൊന്നും അല്ല. ഈ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ,
അവരുടെ ചിന്ത അങ്ങനെയല്ലല്ലോ. ഈ അവർ ചിന്തിക്കുന്നത് അവർ വോട്ടിൻ്റെ അന്നാണ്, ഓ ഇന്ന് വോട്ടാണല്ലോ എന്ന് പറയും അല്ലേ, അങ്ങനെയല്ലേ, ഇന്ന് പോളിംഗ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ ഈ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് രൂപപ്പെട്ടിട്ടുണ്ടാവും, എങ്ങനെ വേണമെന്നുള്ള രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ അവരുടെ തിങ്കിങ് അനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നമ്മൾ പരാജയപ്പെടും. അതിൻ്റെ അകത്ത് വികസനം, ഒരു ആധുനിക കാലഘട്ടത്തിന് ഒരു സമീപനം, അതൊക്കെയാണ് കേരളത്തിൽ വേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു പാർട്ടി എന്നൊക്കെയുള്ളത് അധികം താമസിക്കാതെ ഇല്ലാതാവും. കാരണം ഈ 35 വയസ്സുകാരൻ 45 വയസ്സാകാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ അവനായിരിക്കുമല്ലോ ഇതിൻ്റെ ലീഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ന്യൂജൻ നല്ലത് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ന്യൂജൻ അവര് തന്നെ മറ്റു സ്ഥലത്ത് പ്രധാനമന്ത്രി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് എന്താ പറയുക കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവരിത് കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അവരെ ഈ മതത്തിൽ നിന്ന് വേർതിരിച്ച് ഇവിടെ നല്ലത് ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? കാരണം അവർ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഓരോ സ്റ്റേറ്റ്മെന്റ് വരുന്നതും ബ്ലൈറ്റന്റ് ആയിട്ട് കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മൾ അത് പഴയ ജനറേഷനെ പോലെ അല്ല അവർ വിലയിരുത്തുന്നത്. അവരതിനെ പൊളിറ്റിക്സ് ആയിട്ടേ കാണുള്ളൂ. എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് അവരുടെ അതിന് ഒരു റീസൺ ഉണ്ട്. അത് പൊളിറ്റിക്കലായിട്ടേ അവർ കാണുള്ളൂ. അതിനെ അവർക്ക് എന്താണ് അനുഭവപ്പെടുന്നുള്ള അവർ നോക്കുന്നത്, അവർക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവർ സാധാരണ. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് നോക്കിക്കോ, ചെറുപ്പക്കാരോട് സംസാരിച്ച് നോക്കി. എനിക്കിത് പിടികിട്ടിയത് കുറച്ച് പേരോട് സംസാരിച്ചപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ വീടുകളിൽ ചോദിക്കുന്ന അവസരത്തിൽ എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം പത്രം വായിക്കുന്ന ഏതാനും പേജുകൾ വായിക്കുള്ളൂ, ശരിയല്ലേ? ന്യൂസ് അല്ല കാണുന്നത്. ഞാൻ ചോദിച്ചു എന്താ ഈ സോഷ്യൽ മീഡിയ? അത് ചേട്ടാ ഈ കൊലപാതകം, ബലാത്സംഗം അങ്ങനെയൊന്നും ഇല്ലാതെ ന്യൂസ് കിട്ടിയല്ലേ എന്ന്. അതുള്ളതങ്ങ് മാറ്റിയാൽ മതിയില്ല, അത് നോക്കണ്ട. വേറെ ന്യൂസ് കിട്ടിയല്ലേ, കറക്റ്റായിട്ടുള്ള കിട്ടിയല്ലേ, അത് നമ്മളെടുത്താൽ പോരെ. പത്രത്തിൽ ഇത് മുഴുവൻ ഇതല്ലേ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പാണ് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ. അവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരുടെ ഗ്രൂപ്പിൽ ഇതില്ല. ഇവിടെ അല്ലെന്നേ ഈ കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും അവരുടെ ഗ്രൂപ്പിലില്ല. അവന് വേണ്ടത് അവൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാധനം പോസിറ്റീവാണ് വരുന്നത്. അവൻ്റെ ഗ്രൂപ്പിലാണ് വായിക്കുന്നത്. അവനെൻ്റെ ആ ഗ്രൂപ്പിലേക്ക് അത് എടുത്തിടുകയല്ല. അത് ആ പിള്ളേരോട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ വീട്ടിൽ പോലും പറയല അവൻ. വീട്ടുകാർ അവരുടെ ഒരു ഡയറക്ഷനും ഒരു ഫ്രെയിമും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അത് നിൽക്കാൻ പറയല്ലേ. ഇത് വായിക്കാത്തതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഈ ന്യൂസ് കാണാത്തതിൻ്റെ പ്രധാന കാരണം അവർക്ക് ആവശ്യമില്ലാത്തതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവനെങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അവർക്കത് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിദേശത്ത് പോകാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതും അതിൽ നിന്നായിരിക്കണം. അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് വരുന്നത്. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി ഇവിടെ ഒത്തിരി നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അത് എനിക്കെന്താ പ്രയോജനം കിട്ടുന്നതല്ല അവർ നോക്കുന്നത്. അതാണ് അത് പോസിറ്റീവായിട്ടുള്ള ചിന്ത തന്നെയാണ്. ഞാനത് പല ഏജിലുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ ഒന്നും അവർ ചാനൽ കണ്ടിട്ട് വേണ്ട ഒരു ഐഡൻറ്റിറ്റി. സാറിന്റെ കേസിൽ അങ്ങനെ കുട്ടികൾ രണ്ടും അതെ അവരും പോകുമല്ലോ. ഒരുത്തൻ എഞ്ചിനീയറിങ്ങിൻ്റെ അവസാനത്തെ സെമസ്റ്റർ വരെ ഭയങ്കര ഇന്ത്യക്കാരനായിരുന്നു. കൊന്നാലും പോകുകയില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇത് ബാച്ചിലുള്ളവരെല്ലാം കൂടെ തീരുമാനിച്ചു വിദേശം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരണം. അതെന്താ ഈ വന്നിട്ട് ആൾക്കാർ മുഴുവൻ വിദേശത്ത് പോയിട്ട് വന്നിട്ട് പറയുമ്പോഴേ നമുക്കൊരു ഇത് കോംപ്ലക്സ്. അപ്പോൾ ഞാൻ ഒരു 3-4 വർഷം പോയിട്ട് ഞാൻ വരാം. അപ്പം പോയാൽ വരികയില്ലെന്ന് നമുക്കറിയാമല്ലോ. അവരൊരു ഗ്രൂപ്പ് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ നീ ചെയ്തോ, അതൊക്കെ ഞാൻ ചെയ്തോളാം. IELTS പാസ്സാവുന്നു, ബാക്കിയുള്ള പണം മാത്രം മതി, കൊടുത്താൽ മതി. അവൻ പോയി. സാറ് JP മൂവ്മെന്റിലൂടെ പൊളിറ്റിക്സിൽ വന്ന ആളാണ്. ഇപ്പോഴും JP സ്കൂൾ ഓഫ് തോട്ട് സബ്സ്റ്റൻസ് ഈ പുതിയ BJP ഐഡിയോളജിയുമായിട്ട് എങ്ങനെ? അത് ഞാൻ പറയാം. ഞാൻ ഈ BJPയുടെ വിഷമം കണ്ടതാണ്. 1986 ഫെബ്രുവരി മാസം 1-ാം തീയതി രാമജന്മഭൂമിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു. 3 വർഷം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല.
അതായത് 89 ജൂൺ മാസം 11-ാം തീയതി പാലംപൂരിൽ പാർട്ടി ഭയങ്കര ചർച്ചയാണ്. അത് ഏറ്റെടുക്കണം, അപ്പോൾ അത് റിലീജിയസാണ്, ഏറ്റെടുക്കാൻ പറ്റില്ല. അശോക് സിംഗ് അവിടെ വന്നുകൊണ്ട് പറയുന്നു ഒറ്റ രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് കയറ്റിയല്ല ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്നു. അവസാനം ഈ ഇത് തുറന്നു കൊടുത്തപ്പോൾ ഹിന്ദു സംഘടനകൾ അതിനെ വലിയ കാര്യമായിട്ട് ആഘോഷിച്ചില്ല. അതിൻ്റെ അകത്തൊരു ട്രാപ്പ് ഉണ്ടാവും എന്ന് മനസ്സിലായി. പക്ഷേ 87 നമ്മുടെ ജനുവരി 26 കരിദിനായിട്ട് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇന്ത്യ മുഴുവൻ ആചരിച്ചു. അപ്പോഴാണ് ഇന്ത്യയിൽ അറിയുന്ന ഈ സംഭവം. ഞാനുണ്ട് BJPയിൽ. അത് കഴിഞ്ഞ് രാമജന്മഭൂമി അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ രാജീവ് ഗാന്ധി ഈ രാമരാജ്യത്തെ പറ്റി പറയാൻ തുടങ്ങി, വലിയ ഇതിലേക്കായി. ഇത് ബാബരി മസ്ജിദ് ആക്ഷൻ കൗൺസിലും ശക്തമായി. അപ്പോഴാണ് ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞ് അധ്വാനിച്ചാണ് ഇത് ഏറ്റെടുക്കണം. അതിനെങ്ങനെ ഏറ്റെടുക്കും? ഇത് ദേശീയ വിഷയമാണ്, രാമൻ ദേശീയ പുരുഷനാണ്, അല്ല ഇത് വീണ്ടും പിളരും, ഇന്ത്യയെ വീണ്ടും വിഭജിക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഏറ്റെടുക്കുന്നു. അന്ന് പത്രസമ്മേളനം നടത്തുന്ന അടൽജിയാണ്. അടൽജി പറഞ്ഞൊരു വാക്കുണ്ട്, അതിപ്പോഴും ശരിയാണ്. ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, രാമജന്മ ഈ വിഷയം സഹായിക്കും, രാമക്ഷേത്രം അവിടെ പണിയാൻ വേണ്ടി സഹായിക്കും. BJP ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരിക്കുകയല്ല, ഇവരെ സഹായിക്കും അവിടെ ക്ഷേത്രം പണിയുന്നതാണ്. ഇന്നലെ വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട തീരുമാനിച്ചത് കോൺഗ്രസ്സാണ്. ഇന്ന് മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഇപ്പം മോഡി ചെയ്തതുപോലെ അന്ന് ഈസി ആയിട്ട്, മോഡി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ആരാണ്, ഇപ്പം പരിഹരിച്ചതുപോലെ അന്ന് പരിഹരിക്കാമായിരുന്നു. 86 ആരും അറിയുക പോലും ഇല്ലായിരുന്നു. 2 കൂട്ടരെയും വിളിച്ചിരുത്തി അല്ല ജുഡീഷ്യറായിട്ടൊക്കെ അന്ന് പരിഹരിക്കാമായിരുന്നു. അതിനെയാണ് വർഗീയത എന്ന് പറയുക, ഒറിജിനൽ വർഗീയത. കോൺഗ്രസ് അത് മറ്റേ ഷബാനു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഒറിജിനൽ വർഗീയത തുടങ്ങിയത് അത് അതിൻ്റെ ഉസ്താദുമാരാണ് കോൺഗ്രസ്സുകാർ. ഇന്ത്യ വിഭജിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടുപേരും ആദ്യം കോൺഗ്രസ് ആയിരുന്നല്ലോ, ജിന്നയും നെഹ്റുവും. രണ്ടുപേരും വിദേശ വിദ്യാഭ്യാസമുള്ളവർ, നിരീശ്വരവാദികൾ അല്ലേ, വളരെ പുരോഗമന ചിന്താഗതിക്കാർ. എങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അതാണ് അതിൻ്റെ ജീൻ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇതിൻ്റെ വരുന്നത്. അതിനെ ഈ രീതി കൗണ്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ, ദേശീയത ഉപയോഗിച്ച് കൗണ്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ ഇപ്പോൾ വീണ്ടും വിഭജിക്കുമായിരുന്നു. അതാ ചെയ്തത്. അത് കൂടെ നിന്നിട്ട് ആ വിഷമം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അന്ന് പരിഹരിക്കാമായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ്സിന് എപ്പോഴും ഇത് ആവശ്യമായിരുന്നു. 2 കൂട്ടരെ അവർ എന്നിട്ടറിയോ, പല കോൺഗ്രസ്സുകാർ തന്നെ അടിക്കാൻ വന്നിട്ടുണ്ട്. ചർച്ചകളിൽ നമ്മുടെ ചാനലിലിരിക്കുമ്പോൾ 89 നവംബർ മാസം 3-ാം തീയതി പ്രചരണം തുടങ്ങിയ രാജീവ് ഗാന്ധി എവിടെ നിന്ന് തുടങ്ങിയെന്നറിയാം? ആ ഇലക്ഷൻ പ്രചരണം അയോധ്യയിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ രാമരാഷ്ട്രം നിർമ്മിക്കാനാണ്, രാമരാജ്യം നിർമ്മിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു പ്രഖ്യാപനം, ശിലാന്യാസം, ആദ്യത്തെ ശിലാപൂജയാണെന്ന് തോന്നുന്നു, ശിലാപൂജ 1989 നവംബർ മാസം 9-10 തീയതികളിൽ പ്രധാനമന്ത്രി അന്നേരം അയോധ്യയിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് രാമൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ പ്രചരണത്തിന് പോവുകയാണ്, എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് വന്നത്. എൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ശിലാപൂജയിൽ പങ്കെടുക്കും. ആരാ? ബൂട്ടാ സിംഗ് ആ പൂജയിൽ പങ്കെടുത്തു, ശിലാപൂജയിൽ. അപ്പോൾ അതെന്താ രാഷ്ട്രീയം? അതിപ്പോൾ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലായിരുന്നു, പലർക്കും ന്യൂ ജനറേഷൻ. ഞാനിതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അതാണ് അവരുടെ രാഷ്ട്രീയം. പിന്നെ അദ്വാനിജി രഥയാത്ര നടത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒറിജിൻ അവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം. രാഹുൽ പിന്നെ എന്താ കോൺഗ്രസിൻ്റെ തന്നെ പണി തീർന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഗീയത അത് ജനങ്ങൾക്ക് പിടികിട്ടും, ഇതിനെ കൗണ്ടർ ചെയ്യാനാണ്. അതിനിടയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതി നമുക്കറിയാം. അതുകൊണ്ട് അത്
വർഗീയത എവിടെ നിന്നാണ് തുടങ്ങിയത് നമ്മൾ അധികമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുകയാണ് ഭേദം. ഇന്ത്യൻ ഈ രാഷ്ട്രീയം ഇലക്ഷന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ BJP തോറ്റു, വലിയൊരു മാർജിനിൽ തോറ്റു. അതൊരു BJPയുടെ ഈ രാം ജന്മഭൂമി ആ നെറേറ്റീവിന് കിട്ടിയ വലിയ തിരിച്ചടിയാണെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. അവിടുത്തെ UP പൊളിറ്റിക്സ് അല്ലേ, അവിടെ പാർട്ടി പഠിക്കുകയും അതിൻ്റെ ഉള്ള രീതി എടുക്കുകയും ചെയ്യും. ഇവിടുത്തെ സാധാരണ ഒരു പ്രവർത്തകനായിട്ടുള്ള ഞാൻ UP പൊളിറ്റിക്സിനെ പറ്റി ഞാനെങ്ങനെയാണ് പറയുന്നത്? പാർട്ടി പഠിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തത് പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ പൊളിറ്റിക്സിൽ ഇങ്ങനെ ജയവും തോൽവിയും എല്ലാം ഉണ്ടാവില്ലേ, സ്വാഭാവികമാണ്. കേരള രാഷ്ട്രീയത്തേക്ക് വന്നാൽ നമ്മൾ ഇലക്ഷന് മുന്നേ BJP ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തൃശ്ശൂരിൽ ഒഴികെ ബാക്കി എവിടെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് BJPക്ക് കിട്ടിയിട്ടില്ല, അത് കോൺഗ്രസിനാണ് പോയത്. അപ്പോൾ ഈ ഒരു തൃശ്ശൂർ മോഡൽ കേരളത്തിൽ എല്ലായിടത്തും വന്നാലാണല്ലോ BJPക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ റിപ്ലിക്കേറ്റ്? ഈ തൃശ്ശൂർ മാത്രമാണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത്? ഞങ്ങളുടെ അനുഭവത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ വോട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 20% വരുന്നത്. തൃശ്ശൂർ ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയുടെ നന്മ, BJP പ്ലസ് സുരേഷ് ഗോപിയുടെ നന്മയാണ്. അതിലേക്ക് BJPക്കാരനായിട്ടുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ സമൂഹം എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് അവർ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിരിക്കില്ല. തിരുവനന്തപുരം പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രാജീവ് ചന്ദ്രശേഖർ അവസാനം വരെ മുന്നിട്ട് നിൽക്കുകയും കോവളം എണ്ണി തുടങ്ങുമ്പോൾ മാത്രം പുറകോട്ട് പോവുകയും അവിടെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തോൽക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന്. അല്ല, അത് സംഘടനാപരമായിട്ട് 3 മണ്ഡലങ്ങളിൽ എനിക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെയും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചാർജിന്, ലോക്സഭാ മണ്ഡലത്തിൻ്റെ കുറച്ച് ഇങ്ങനെ മാറി വരും, തിരുവനന്തപുരം ജില്ലയുടെയൊക്കെ. അവിടെ ഈ 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് നല്ല പൊസിഷനിലാണ്. സിറ്റിയിലെ 4 മണ്ഡലങ്ങളിൽ. ബാക്കി 3 സ്ഥലത്ത് ഞങ്ങൾ സംഘടനാപരമായിട്ട് ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ റീസൺ. ഇപ്പോൾ ഈ രീതിയിൽ 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് എത്തിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ആകുമായിരുന്നു. അതിനൊരു ക്രമമുണ്ടല്ലോ. ഞങ്ങൾ പക്ഷേ വോട്ട് കൂടുന്നുണ്ട് അവിടെ. ഈ 3 സ്ഥലങ്ങളിൽ വോട്ട്, അതെ, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, ആ 3 മണ്ഡലങ്ങളിൽ സംഘടനാപരമായിട്ട് ഞങ്ങൾ അത്ര ശക്തമല്ല. അതിനുവേണ്ടിയുള്ള ശ്രമം എല്ലാ സമുദായത്തിൽ നിന്നുള്ള ഒരു സംഘടനയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിന് മാത്രമുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ അത് ആ സംഘടനാപരമായിട്ട് അവിടെ വളരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ജയിക്കും. അതിൻ്റെ അകത്ത് ജാതി മതമൊന്നും വലിയ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു സംഘടന പ്ലസ് ഈ സ്ഥാനാർത്ഥിയുടെ ഇതുണ്ടല്ലോ, ഈ സ്റ്റേജിൽ ഇത് വരണം. രാജീവ് ചന്ദ്രശേഖരന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു. സിറ്റി മണ്ഡലങ്ങളിൽ നല്ല സപ്പോർട്ടായിരുന്നു. മറ്റു സ്ഥലത്തും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെപ്പറ്റി. പക്ഷെ അതനുസരിച്ച് ഈ വോട്ട് പിടിക്കുന്നതിനുള്ള സംഘടനാ സംവിധാനം വേണ്ടേ, അത് അവിടെ ഇല്ല എന്നുള്ളതാണ്. പണ്ട് നേരത്തെ ഇപ്പുറത്തും അങ്ങനെ ആയിരുന്നല്ലോ, അറിയാമല്ലോ. ഇപ്പുറത്തെ തിരുവനന്തപുരം സിറ്റി മണ്ഡലങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഘടനാ ദൗർബല്യമാണത്, അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ഇത് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ സീറോ മലബാർ ഉണ്ട്, ലാറ്റിൻ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്ന സീറോ മലബാർ സഭ, സീറോ മലബാർ കുറെ കൂടെ BJP ആയിട്ട് അടുത്തു. ഈ തവണ കുറെ വോട്ട് കിട്ടി. ലാറ്റിൻ സഭ ഇപ്പോഴും കോൺഗ്രസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ആ ഒരു അനാലിസിസ് സാർ എങ്ങനെ കാണുന്നത്? അത് ശരിയാണോ? അങ്ങനെ പൂർണ്ണമായിട്ട് ശരിയല്ല. ലാറ്റിനിൽ നിന്നുള്ള വോട്ടും BJPക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ലാറ്റിനുള്ള പ്രദേശത്ത് സംഘടനാപരമായിട്ട് ദുർബലമാണെങ്കിൽ എങ്ങനെ വോട്ട് കിട്ടും? സീറോ മലബാറുള്ള ഭാഗങ്ങളിൽ സംഘടനാപരമായിട്ട് കുറച്ചും, അതായത് നമുക്ക് തൃശ്ശൂർ പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഏരിയയിലാണല്ലോ BJPയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ആ പ്രദേശത്ത് 10 മുതൽ 50 വോട്ട് വരെയും ക്രിസ്ത്യൻസിൻ്റെ കിട്ടിയിട്ടാണ് പലരും ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ ഗ്രോത്ത് ഉണ്ടായത്, ക്രമമായിട്ട് ഗ്രോത്ത് ഉണ്ടായത് ആ പ്രദേശങ്ങളിലാണ്. പക്ഷേ ആ പ്രദേശങ്ങളിൽ BJP ജയിക്കുകയല്ല, അസംബ്ലി ജയിക്കുന്നില്ല. ഇപ്പോൾ അസംബ്ലിയിൽ അങ്ങനെ അതാണ്ടല്ലോ ഒരു സൈക്കോളജി ഉണ്ടല്ലോ. ലോക്സഭാ ഇലക്ഷന് വേറൊരു ഞാൻ പറഞ്ഞില്ല അതിൻ്റെ. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം വർഷങ്ങളായിട്ട് ഈ
ആദ്യം 10 തൊട്ട് 50 വരെയുള്ള വോട്ടുകൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്, അത് സീറോ മലബാർ അങ്ങനെയൊന്നുമല്ല, കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ബേസിക്കായിട്ട് വളർന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം ഉള്ള സ്ഥലത്ത് ക്രിസ്ത്യൻ വോട്ടും കിട്ടുന്നുണ്ട്, അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ വരുന്നുണ്ട്. മുസ്ലിം വോട്ട് കിട്ടുന്ന വാർഡുകളുണ്ട്. ഇല്ല മുസ്ലിംസിനെ എങ്ങനെ വിടുന്നത്? ധാരാളം സ്ത്രീകൾ ഞങ്ങളോടൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്കറിയാമല്ലോ, ഈ മുത്തലാഖിൻ്റെ വിഷയത്തിൽ ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ഇങ്ങനെ പേഴ്സണലായിട്ട് കാണുമ്പോൾ അവരുടെ ജീവിതം പറയാറുണ്ട്. അത് വളരെ നന്നായി. അത് തന്നെയല്ല, ആ സമൂഹം തന്നെ എനിക്ക് തോന്നുന്നത് അതിന് അനുകൂലമാണ്. ആദ്യത്തെ ഒരു സ്റ്റേജിലുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ ധാരാളം ആൾക്കാർ അവരുടെ ഭാഗത്തുനിന്ന് പരസ്യമായിട്ടുള്ള വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ അങ്ങനെ രഹസ്യമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്, പരസ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് ബാക്കിയുള്ളവരിങ്ങനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അവരുടെ ലൈഫ്, ഈ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്കീംസ് നടപ്പിലായത് മലപ്പുറം ജില്ലയിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ സ്കീംസ് നടപ്പിലായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള മുത്തലാഖ് പോലെയുള്ള സ്ത്രീ അവകാശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അവരിലൊരു പുനഃചിന്തനം ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ അവർക്ക് ഒരു MP പോലും ഇല്ലാതിരിക്കുക, BJP മുസ്ലിം MP പോലും ഇല്ലാതിരിക്കുക, മുസ്ലിം റെപ്രസെൻറ്റേഷൻ ക്യാബിനറ്റ് ഇല്ലാതിരിക്കുക, ഇതൊക്കെ പറഞ്ഞ സഹായിക്കുക. അതല്ല, ഈ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അതൊരു വിഷയമാണ്. ഇങ്ങനെയുള്ളവർ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വരുന്ന അവസരത്തിൽ അവർ ജയിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. അത് ഇപ്പോഴും ഉണ്ടല്ലോ, ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ ഉണ്ട് മുസ്ലിമായിട്ടുള്ള ആൾക്കാരുണ്ട്, രാജ്യസഭയിലുണ്ട്. ഷാനവാസ് ഹുസൈനും അതുപോലെ തന്നെ മുക്താർ അബ്ബാസ്, ഒരാൾ രാംപൂരിൽ നിന്നും മറ്റേ ഒരാൾ ഇവിടെ നിന്നും ജയിച്ചിട്ടുണ്ട്. പിന്നെ അവർ പരാജയപ്പെട്ടു പോയി. പിന്നെ അവർ പരാജയപ്പെടുകയാണ്. അവരന്ന് ആ സ്ഥലത്തു നിന്ന് ജയിച്ചു, അപ്പോൾ അവർ മന്ത്രിമാരായി. പിന്നെ അറിയാമല്ലോ എത്രയോ പേര് മന്ത്രിമാരായി, എല്ലാം രാജ്യസഭയിൽ നിന്ന്. മുക്താർ അബ്ബാസ് നഖ്വി, നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം, പത്രപ്രവർത്തകനായിരുന്ന അക്ബർ, MJ അക്ബർ, അങ്ങനെ പലരും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. അതിനാൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ, ഇപ്പം മുസ്ലിം ഏരിയ അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏരിയ ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ നമ്മുടെ അടിസ്ഥാന വികസനം കുറവാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിപ്പം മാറിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ആയാലും അത് ഭൂമിശാസ്ത്രപരമാണെന്ന് എനിക്കറിയില്ല. ഇടുക്കി, വയനാട്, മലപ്പുറം, കാസർഗോഡ്, മറ്റ് ജില്ലകൾക്കൊപ്പമുള്ള അടിസ്ഥാന വികസനം ഇല്ല. അതെങ്ങനെയാണ് എന്നെനിക്കറിയില്ല. അപ്പോൾ അതിന് പ്രധാനമന്ത്രി ജീവൻ കാര്യക്രമം എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി മോഡിജി 2018 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ട്രഡീഷണലി കോൺഗ്രസിന്റെ ഒരു ലോയൽ വോട്ട് ബാങ്ക് ആയിരുന്നു. ആ ലോയൽറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് എന്തിനാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJPയിലേക്ക് വരണം എന്നുള്ളൊരു ചോദ്യത്തിന് എന്താ ഉത്തരം? വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഷിഫ്റ്റിംഗ് അല്ല, അത് വേറൊന്നുമല്ല. അത് അതായത് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഒരു വികസനം. വേറൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ വിദേശത്ത് പോകുന്നില്ലേ, അവരെല്ലാം തന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് മോഡിക്ക് വോട്ട് ചെയ്യണം. കാരണം അവിടെ ഇന്ത്യക്ക് കിട്ടുന്ന, മോഡിക്ക് കിട്ടുന്നല്ല, ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. പല വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, മോൻ വിളിച്ച് പറഞ്ഞു മോഡിക്ക് വോട്ട് ചെയ്യണം, ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്രാവശ്യം ചെയ്യും. അത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ വികസനവും അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അങ്ങനെ യാഥാർത്ഥ്യമായിട്ട് വരുന്നതാണ്. ഞങ്ങൾക്ക് അനുഭവപ്പെട്ടാണ് അത്. പല വീടുകളിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാത്ത, അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്യണം. കേരളത്തിൽ കിട്ടേണ്ട പല വികസന പ്രോജക്റ്റുകളും സെൻട്രൽ ഗവൺമെന്റ് തടയുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു അലിഗേഷൻ ഉണ്ടല്ലോ. അതായത് പല പ്രോജക്റ്റും ഇൻക്ലൂഡിങ് എക്സിഡർ ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക മെട്രോയുടെ ഫണ്ടിങ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ കാശ് കിട്ടാനുള്ള ടാക്സ് ഭാഗമായിട്ട് വരുന്നത്, ഇതെല്ലാം സാറ് കാണുന്നതാണ്. ശരിയാണ്, അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെന്ന് ഈ റെയിൽവേയുടെതൊക്കെ റെയിൽവേ ബോർഡല്ലേ തീരുമാനിക്കുന്നത്.
അല്ല മറ്റുള്ള ഇപ്പൊ അവര് പോയി സമരമൊക്കെ ചെയ്തിട്ടുണ്ടോ കേരള സർക്കാർ ഡൽഹി പോയിട്ട് സമരമൊക്കെ ചെയ്തു. ഈ റെയിൽവേ ബോർഡിനെ പറ്റി അറിയാമല്ലോ. അവിടെ അവർ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനമാണ്. അതിന് ഗവൺമെൻറ്റിന് വലിയ പങ്കില്ല. അവരാണ് തീരുമാനിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിൽവർ ലൈൻ ആണ്, ജനങ്ങളും എതിരാണ്. വേറെ ഉണ്ടല്ലോ, നമുക്കിവിടെ റെയിൽവേ ഒക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ വന്ദേ ഭാരത് വന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് അതിൻ്റെ വിഷയം എന്താ പറഞ്ഞാൽ ആദ്യം നടപ്പിലാക്കുക കാര്യങ്ങൾ, അതിനുശേഷം ക്രെഡിറ്റിന് വേണ്ടി മത്സരിക്കാമെന്നാണ് തീരുമാനം. ആദ്യം കാര്യങ്ങൾ നടപ്പിലാക്കുക. ആദ്യം ക്രെഡിറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ പ്രശ്നം. അത് കേന്ദ്രത്തിന് വേണോ സംസ്ഥാനത്തിന് വേണോ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യം നടപ്പിലാക്കുക. നടപ്പിലാക്കിയതിന് ശേഷം ക്രെഡിറ്റിന് വേണ്ടി ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാ ചെയ്തതെന്നുള്ളത്. നടപ്പാക്കണമെങ്കിൽ പൈസ അല്ല, അതിന് കേന്ദ്രത്തിൻ്റെ പൈസ കൊടുക്കാമല്ലോ. കേന്ദ്രത്തിന് പൈസ ഉണ്ട്, സംസ്ഥാനത്തിൻ്റെത് അവർ നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്ന സ്റ്റേറ്റ് അല്ലേ. എല്ലാത്തിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. അത് നടപ്പിലാകട്ടെന്നേ. അതിനുള്ള കാശ് കിട്ടിയാലല്ലേ അല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള 60% എല്ലാത്തിനും കൊടുക്കുമല്ലോ. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ടെസ്റ്റാണിത്. നിങ്ങൾ നടപ്പിലാക്കിക്കോ. നടപ്പിലാക്കി കഴിഞ്ഞ് ക്രെഡിറ്റ് ആർക്കാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നേ. അതൊക്കെ അവർ പറയുന്നുണ്ട്. അതിന് കണക്ക് കിട്ടിയാലേ അവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ.